മോളെ രാജേന്ദ്രനകത്തുണ്ടോ? എന്താ മോളെ? പോലീസുകാർ വരുന്നു അങ്കിൾ. പോലീസ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങളുടെ ഫ്രണ്ട് വേണുവിനെ കാണാനില്ലെന്ന് ഒരു പരാതി കിട്ടിയിരിക്കുന്നു. ആരാണ് പരാതിപ്പെട്ടത്? ഫാക്ടറിയിലെ തൊഴിലാളികൾ. വേണുവിനെ കാണാതായ അന്ന് നിങ്ങളും വേണുവും തമ്മിൽ തൊഴിലാളികളുടെ ഡിമാൻഡ്സിനെ കുറിച്ച് ചില വാഗ്വാദങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. തൊഴിലാളികളുടെ ഡിമാൻഡ്സിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിയതാണ്. വേണുവിന് വേറെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ശരി, വേണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ ഒന്ന് അറിയിക്കണം. ശരി സർ. വരട്ടെ. മോനെ, എന്താ ഇൻസ്പെക്ടർ പറഞ്ഞത്? എനിക്ക് ആകെ പേടിയാവുന്നു. എന്തിനു പേടിക്കുന്നു? കംപ്ലൈന്റ് കിട്ടിയതനുസരിച്ച് അവർ അന്വേഷിക്കാൻ വന്നു, അത്രേ ഉള്ളൂ. ഇനി കല്യാണത്തിന് 5-8 ദിവസമേ ഉള്ളൂ. അവൻ എവിടെ പോയോ എന്തോ? അവൻ വരുമേ, അവൻ വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ വിവാഹം 2-3 ആഴ്ച അങ്ങോട്ട് നീട്ടിവെക്കണം. വേണ്ട ചേട്ടാ, ഒരു കാരണവശാലും ഈ മുഹൂർത്തം തെറ്റിക്കരുത്. അത് നമ്മൾ തീരുമാനിച്ച പോരല്ലോ, സിന്ധു സമ്മതിക്കണ്ടേ? അവരോട് ഞങ്ങൾ പറയാം. ഇല്ല, എന്റെ വേണുവിട്ട് വരാതെ എന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. സിന്ധു, നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഈ ചേച്ചി പറയുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണിത്. ഇത്രയും നല്ലൊരു മുഹൂർത്തം ഇനി അടുത്ത ദിവസമൊന്നും ഉണ്ടായില്ലെന്നാ ജോസ്യം പറഞ്ഞത്. എന്റെ ചേട്ടൻ വേണു വരാതിരിക്കില്ല. നമ്മൾ ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ക്ഷണിച്ച സ്ഥിതിക്ക് വിവാഹം നീട്ടിവെച്ചാൽ നാണക്കേടാ. അവൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാകും. എന്തായാലും കല്യാണത്തിന് അവൻ വരാതിരിക്കില്ല. എന്തോ എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അവൻ വരാതെ എങ്ങനെയാ സരസ്വതിയമ്മയെ കല്യാണം നടത്തുന്നത്? മുഹൂർത്തം തെറ്റിക്കണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ വേണു ഇല്ലാത്തത് കൊണ്ട് പണത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അമ്മേ, 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 വേണുവിന്റെ കത്ത് വന്നിരിക്കുന്നു. വേഗം വായിക്കുമോളെ. ബോംബെന്നാ. അമ്മയും സിന്ധു അറിയുന്നതിന്. എനിക്ക് അത്യാവശ്യമായി ബോംബെ വരെ പോകേണ്ടി വന്നു. പറഞ്ഞിട്ട് പോകാൻ തരപ്പെട്ടില്ല, ക്ഷമിക്കണം. സിന്ധുവിന്റെ വിവാഹം നമുക്ക് ഗംഭീരമായി നടത്തണം. ഞാൻ വിവാഹത്തിന്റെ തലേദിവസം അവിടെ എത്തും. അമ്മയും സിന്ധുവും ധൈര്യമായിരിക്കണം. ഉണ്ടായ സംഭവം ഞാൻ അവിടെ വന്ന് നേരിൽ പറയാം. എന്നെ സ്വന്തം വേണു. ഓ, എന്റെ ഗുരുവായൂരപ്പ. അമ്മേ, ഞാൻ രാജ്യത്തോട് വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞിട്ട് വേഗം വരാം. അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മ വേണുവേട്ടന്റെ കത്ത് വന്നു. ആരുടെ അമ്മ കത്ത്? വേണുവിന്റെ കത്ത്. അവൻ ബോംബെയിലുണ്ടെന്ന്. കല്യാണത്തിന് തലേ ദിവസം എത്താന്ന്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് സമാധാനമായി. എന്നോട് പോലും പറയാതെ ഇവൻ എന്താവശ്യത്തിനാ ബോംബെ പോയത്? അവൻ എന്തെങ്കിലും അത്യാവശ്യം കാണും. ചേച്ചിയുടെ അമ്മേ, അവൾ കുളിക്കുകയാണ്. എന്ന് ഞാൻ വരട്ടെ? നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, അമ്മ തനിച്ചുള്ളൂ. കുഞ്ഞേ, എന്താ മാവ? വേണു സാറിന്റെ ശവം നമ്മുടെ വീടിന്റെ പിന്നീന്ന് പോലീസുകാർ കണ്ടെടുത്തു.
വേണുവും നിങ്ങളും തമ്മിൽ അവസാനമായി കണ്ടതെന്നാണ്? 12-ാം തീയതി രാത്രി. രാത്രി എത്ര മണിക്കാണ്? ഉദ്ദേശം ഒരു 8 മണിയായി കാണും. സാധാരണ വേണു ഇവിടെ വന്നാൽ ലേറ്റായിട്ടാണോ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല. ഫാക്ടറിയിലെ ലേബർ പ്രോബ്ലം ഒത്തുതീർപ്പായ ദിവസമായതുകൊണ്ടാണ് അന്ന് ലേറ്റായത്. ആ മിസ്റ്റർ അരീന്ദ്രൻ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് വേണുവിന്റെ മരണം ഒരു കൊലപാതകമാണ്. എല്ലാ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ നിങ്ങളെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേണുവിനെ ഞാൻ കൊല ചെയ്തെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറഞ്ഞല്ലോ. സാർ, വേണു എന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വളർന്നവരാണ്. അങ്ങനെ ഒരു സ്നേഹിതനെ ഞാൻ കൊല്ലുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വേണുവിന്റെ ഡെഡ് ബോഡി നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിന്നാണ് കിട്ടിയത്. വേണുവിന്റെ കൊലപാതകം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണ് സാർ. മിസ്റ്റർ അരീന്ദ്രൻ, നാളെ നിങ്ങളൊന്ന് സ്റ്റേഷനിലേക്ക് വരണം. മോനെ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ മോനെ? അമ്മേ, അമ്മയ്ക്കും എന്നെ വിശ്വാസമല്ലേ? രാജേന്ദ്രനും വേണുവും തമ്മിൽ എന്തെങ്കിലും ശത്രുതയുള്ളതായി നിങ്ങൾക്കറിയാമായിരുന്നോ? ഇല്ല. വേണുവിനെ കാണാതായ ദിവസം ഫാക്ടറിയിൽ വെച്ച് രാജേന്ദ്രനും വേണുവും തമ്മിൽ വഴക്കുണ്ടായെന്ന് അവിടുത്തെ തൊഴിലാളികൾ പറഞ്ഞുള്ള അറിവേ ഞങ്ങൾക്കുള്ളൂ. രാജേന്ദ്രൻ സിന്ധുവിനെ വിവാഹം കഴിക്കുന്നതിൽ വേണുവിന് എതിർപ്പുണ്ടായിരുന്നോ? ചേട്ടനായിരുന്നു ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു അല്ലേ? സിന്ധുവിന്റെയും രാജേന്ദ്രന്റെയും വിവാഹം നേരത്തെ രണ്ടു വീട്ടുകാരും കൂടി തീരുമാനിച്ചിരുന്നതാണ്. രാജേന്ദ്രനെ എന്റെ മോനെ പോലെയാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴോ? രാജേന്ദ്രനാണ് വേണുവിനെ കൊന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. അമ്മ പറയട്ടെ. ആര് ചെയ്തതാണെന്ന് ഞങ്ങൾ എങ്ങനെയാ പറയുക? ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. എന്റെ മോൻ പോയി എന്റെ മോനെ കൊന്നു. അമ്മേ, 10 വർഷമായി ഞാനിവിടെ വന്നിട്ട്. വേണുവിനെ അന്ന് രാത്രി രാജേന്ദ്രന്റെ വീട്ടിൽ കാറിൽ കൊണ്ടുവന്നാക്കിയത് നിങ്ങളല്ലേ? അതെ. രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ വേണുവിന്റെ വീട്ടിൽ പോയത്? 7 മണിക്ക്. വേണുവിന്റെ വീട്ടിൽ നിന്നും കാറിൽ രാജേന്ദ്രന്റെ വീട്ടിലെത്താൻ എത്ര മിനിറ്റ് വേണ്ടി വരും? ഉദ്ദേശം 10 മിനിറ്റ് വേണ്ടി വരും. എത്ര മണിക്കാണ് നിങ്ങൾ വേണുവുമായി രാജേന്ദ്രന്റെ വീട്ടിലെത്തിയത്? ഏകദേശം 8 മണിയായി കാണും. അപ്പോൾ 7 മണിക്ക് പോയ നിങ്ങൾ വേണുവിനെയും കൂട്ടി 8 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത് അല്ലേ? അതെ. അത്രയും സമയം നിങ്ങൾ വേണുവിനെ എവിടെ കൊണ്ടുപോയിരുന്നു? വേണു സാർ കുളിച്ചിട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നതുകൊണ്ടാ സമയം പോയത്. വേണുവിനെ രാജേന്ദ്രന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഉദ്ദേശം രാത്രി എത്ര മണിയായി കാണും വേണുവിന്റെ മൃതദേഹം രാജേന്ദ്രന്റെ വീട്ടുവളപ്പിൽ നിങ്ങൾ കുഴിച്ചിടുമ്പോ? അയ്യോ ഏമാനെ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. താനത് കണ്ടില്ലെന്ന് പറയാൻ രാജേന്ദ്രൻ തനിക്ക് എത്ര രൂപ തന്നു? ചോദിച്ചു കേട്ടില്ലേ? അയ്യോ ഇല്ല ഏമാനെ, എന്റെ മുതലാളി അത്തരക്കാരനല്ല. എനിക്കൊരു കാശ് തന്നിട്ടുമില്ല. വയ്ക്കൂ.
പുറത്താകെ ബഹളമാണ്. ആരും ജോലിക്ക് കയറുന്നില്ല. അവരാരും ജോലി കയറാൻ തയ്യാറല്ലെങ്കിൽ ഇന്ന് മുതൽ ഫാക്ടറി വിട്ടിട്ട്. ശരി സർ. മുതലാളിയുടെ പുരയത്തിൽ നിന്നാണ് വേണുവിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പോലീസിന് വേണ്ടത്? കേസ് മാറ്റിമറിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് രൂപ മുതലാളി വാരി എറിഞ്ഞതുകൊണ്ടാണ് കൊലയാളി ആരാണെന്ന് വ്യക്തമായിട്ട് പോലും പോലീസ് മുതലാളി അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഞാനാണ് പറയുന്നത്, സമാധാനമായിട്ടിരിക്കണം. എല്ലാറ്റിനും ഉടനടി നടപടികൾ ഉണ്ടാവും. എന്ത് നടപടി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇപ്പൊ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മുതലാളിയുടെ വീട് വെക്കത്തി. സമാധാനമായിട്ടിരിക്കണം. രാജേന്ദ്രൻ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും എടുക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ മന്ത്രിക്ക് ഫോൺ ചെയ്ത് പറയാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. മിസ്റ്റർ ഐന്ദ്രൻ, എന്താണ് സാർ? വേണുവിനെ കൊന്ന കുറ്റത്തിന് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തു. സാർ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കണം, ഇരിക്കൂ. ഞാൻ മിസ്റ്റർ രാജേന്ദ്രന്റെ അഡ്വക്കേറ്റ് ആണ്. ആഹാ. രാജേന്ദ്രന് ജാമ്യം അനുവദിച്ചു. മിസ്റ്റർ വിജയൻ, രാജേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരും. യെസ് സാർ. ഈ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇതിലൊന്ന് ഒപ്പിട്ടേക്കും. ഓക്കെ ദെൻ, റൈറ്റ്. വരും. അതെ. അപ്പോൾ മിസ്റ്റർ രാജേന്ദ്രൻ, എനിക്ക് അത്യാവശ്യമായി ഹൈക്കോർട്ട് വരെ ഒന്ന് പോകാനുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വണ്ടി ഉണ്ടല്ലോ. ഓക്കെ. നമ്മൾ തമ്മിൽ എന്തൊക്കെ ഉണ്ടായാലും രാജേന്ദ്രൻ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റൂ? ഇന്നലെ രാത്രി സരസ്വതിയുമായി വന്ന് പറഞ്ഞപ്പോഴാ സത്യത്തിൽ ഞാൻ വിവരം അറിയുന്നത്.
പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് വാക്ക് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് ഫോൺ ചെയ്ത് പറയില്ലേ? ആ, പേടിക്കാനൊന്നുമില്ല. അഡ്വക്കേറ്റ് പ്രകാശ് വളരെ സമർത്ഥനാണ്. ദിവാകരേട്ടൻ എങ്ങോട്ടാ? ഇല്ല, എനിക്ക് ഗസ്റ്റ് ഹൗസ് വരുന്നു പോണം. ഞാൻ പോട്ടെ. സമാധാനമായിട്ടിരിക്കേ. അമ്മേ, മരുന്ന് കഴിക്കുന്നേ. നിനക്ക് ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നില്ലേ? എന്റെ മോൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തടാ? വേണുവിനെ ഞാൻ കൊന്നുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?